ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അവളെ സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രനും മനുവും ഒക്കെ അലീനയെ കാണാനായിട്ട് അവിടെ പോകാറുണ്ട്. വഴിയിൽ വെച്ച് അലീനയും മനുവുമായിട്ട് സംസാരിക്കുന്നതെല്ലാം കാണുന്ന ഹരിയാണെങ്കിൽ പല കഥകളും മെനഞ്ഞ് അവിടെ നിന്നും അവരുടെ ഫോട്ടോ എടുത്ത് കമലയെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന കമല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. മനു ഇങ്ങ് വരട്ടെ, അവൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കമല മനുവിനെ വിളിക്കുന്നുണ്ട്. മനു, നീ എവിടെ പോയത്? ആരെ കാണാനാണ് നീ പോയത്? എനിക്കറിയാം, നീ ആ അനാഥ പെണ്ണിനെ കാണാനല്ലേ പോയത്. നിങ്ങൾ തമ്മിൽ എന്താ, ഇഷ്ടത്തിലാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തൊക്കെ അറിയണം, ഞാൻ അലീനയെ കാണാനാണ് പോയത് എന്നുള്ള കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനു ഹരിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് കമല പറയുന്നുണ്ട്, നീ അവരെ നോക്കി പേടിപ്പിക്കാനൊന്നും വേണ്ട, എനിക്കറിയാം നീ അവളെ കാണാനാണ് പോയത് എന്നുള്ള കാര്യം. നിന്റെ മനസ്സിൽ അവളോട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മറന്നേക്കണം. മനു, നാളെ ഞാൻ അനീനയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, നിന്നെ നീ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, അത് നിനക്ക് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിക്കാനാണ് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവളെ എൻ്റെ ഒരു ഭാര്യയായിട്ട് എനിക്ക് കണക്കാക്കാൻ കഴിയില്ല. അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് മാത്രമാണ്. അതുകൊണ്ട് അമ്മ ഈ ഒരു സ്വപ്നം മറന്നേക്ക്. ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് മറ്റൊരാളെ കെട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കില്ല. അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ സൗദാമിനിയെ അമ്മയെ വൈജയന്തി അലീനയോടുള്ള ദേഷ്യപ്രകാരം കമലയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കമലയോട് പറയുന്നുണ്ട്, ആൺമക്കൾ തന്നെ വേണം അമ്മയെ നോക്കാൻ, എപ്പോഴും പെൺമക്കൾ മാത്രം നോക്കിയാൽ ശരിയാവില്ലല്ലോ. ആദ്യമൊക്കെ ഇതിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവസാനം കമല പറയുന്നുണ്ട്, ശരി, കുഞ്ഞിരാമൻ നായരുടെ ഈ തറവാടും ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും എൻ്റെയും ശിവേട്ടൻ്റെയും പേരിൽ എഴുതി തരണം, എങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്ലാതെ കുടുംബ വീടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിലെന്തായാലും ഞങ്ങൾക്കാണ് ഈ വീടിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, കുഞ്ഞിരാമേട്ടന് എന്തുമാത്രം ബിസിനസ് ഉണ്ട്, വീടുണ്ട്, പല സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ഒന്നിൻ്റെയും വിഹിതം ഇതുവരെ വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്തായാലും ഈ വീടും കുഞ്ഞിരാമേട്ടൻ്റെ വസ്തുക്കളെല്ലാം നമുക്ക് വിഹിതം വയ്ക്കാം, എങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങളുടെ പരാതി മാറുമല്ലോ എന്ന് പറയുന്നതിനെ തുടർന്ന് വക്കീൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വക്കീലാണെങ്കിൽ നേരത്തെ തന്നെ ഒരു വിൽപത്രം കുഞ്ഞിരാമേട്ടൻ റെഡിയാക്കി വെച്ചിട്ട് വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വക്കീൽ ആ വിൽപത്രവുമായിട്ടാണ് കേട്ടോ വരുന്നത്. സൗദാമിനിയമ്മയാണെങ്കിൽ വക്കീലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. വക്കീലെ, ഇവിടുത്തെ നമ്മുടെ വീടും ബാക്കി സ്ഥാപനങ്ങളും കുഞ്ഞിരാമേട്ടൻ്റെ പേരിലുള്ള എല്ലാ വസ്തുവകകളും മക്കളുടെ പേരിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നേരത്തെ കുഞ്ഞിരാമൻ സർ എൻ്റെ കയ്യിൽ ഒരു വിൽപത്രം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആ വിൽപത്രം സൗദാമിനി അമ്മയുടെ ഇളയ മകനായ രാജീവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. രാജീവൻ പെട്ടെന്ന് തന്നെ ആ വിൽപത്രം വായിച്ചതിന് ശേഷം രാജീവിൻ്റെ മുഖത്തൊരു ഞെട്ടലോടെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രാജീവ്, നീ എന്തിനാ അത് വായിച്ചിട്ട് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പെട്ടെന്ന് തന്നെ ആ വിൽപത്രം ഗംഗാധര മേനോൻ്റെയും ബാക്കി ശിവേട്ടൻ്റെയും കയ്യിലൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ മൊത്തത്തിൽ അത് വായിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ സ്വത്തുക്കൾ മുഴുവൻ കുഞ്ഞിരാമൻ നായരെ എഴുതി വച്ചിരിക്കുന്നത് അലീനയുടെ പേരിലാണ് എന്നുള്ള സത്യം. അത് വായിച്ചതിന് ശേഷം ശിവനും പറയുന്നുണ്ട്, അച്ഛൻ എന്ത് ദ്രോഹമാണ് നമ്മളോട് ചെയ്തത്. നമ്മൾ മക്കളിരിക്കുമ്പോൾ അച്ഛൻ ആ ഒരു അനാഥ പെണ്ണിനെ ഈ വീടും സ്ഥലവും ഒക്കെ എഴുതി വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് പറയുമ്പോൾ രാജീവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അതൊന്നും പുറത്തു പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഗംഗാധര മേനോനും അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിയാമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഈ ഒരു കാര്യം ആരെയും അറിയിക്കാതെ മൗനം പാലിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്താണ് കമല അവിടേക്ക് വരുന്നത്. കമല ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? വിൽപത്രം വായിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഭയങ്കര ഞെട്ടലോടെയാണല്ലോ ഇരിക്കുന്നത്, എന്താ അച്ഛൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ മകനായ ഹരി ആ ഒരു വിൽപത്രം എടുത്ത് കമലയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമ്മ ഇതൊന്ന് വായിച്ചു നോക്കുക, അപ്പം അറിയാം മുത്തശ്ശൻ ആരുടെ പേരിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ കമല അതെടുത്ത് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ കമലയുടെ മുഖത്താണെങ്കിൽ കമലയാണെങ്കിൽ ഒരു ഞെട്ടലോടു കൂടി തന്നെയാണ് കേട്ടോ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ കമല കാര്യങ്ങളെപ്പറ്റി ശിവനോടും രാജീവിനോടും ചോദിക്കുന്നത്, നിങ്ങളുടെ അച്ഛന് ഇത് എന്തിൻ്റെ കേടായിരുന്നു? എവിടെയോ ഉള്ള ഒരു അനാഥ പെണ്ണിന് തറവാടും സ്വത്തുവകകളൊക്കെ എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് അയാളുടെ മകൾ തന്നെ ആയിരിക്കും. ഇയാൾക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് സ്വന്തം ഭാര്യയെ നോക്കാൻ വേണ്ടി അവളെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു.
കഷ്ടം, ഇത്രയും ബുദ്ധിമാനായിരുന്നോ നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് കമല വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിൽപത്രവുമായിട്ട് കമല നേരെ സൗദാമിനി അമ്മയുടെ മുറിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവരുടെ മുഖത്തേക്ക് ഒരു വിൽപത്രം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വായിച്ചു നോക്ക്, നിങ്ങളുടെ ഭർത്താവ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സൗദാമിനി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കമല നീ കാണിക്കുന്നത്? നിനക്കൊരു മര്യാദയില്ലേ? നിനക്ക് അല്പമെങ്കിലും മര്യാദയോടുകൂടി എന്നോട് പെരുമാറിക്കൂടെ? ഒന്നുമെങ്കിലും ഞാൻ നിന്റെ അമ്മായിയമ്മയല്ലേ എന്നൊക്കെ പറയുമ്പോൾ കമല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സൗദാമിനി അമ്മയോട് പെരുമാറുന്നത്. ഓ, നിങ്ങൾ എൻ്റെ അമ്മായിയമ്മയാണെന്നോ? നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കുക. അയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് ഈ വയസ്സാം കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? നീ നേരെയുള്ള കാര്യം പറ. എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൽ കിടന്ന് എന്തറിയാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഹരി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹരി കണ്ണാടി എടുത്ത് കൊടുത്തിട്ട് ആ ഒരു വിൽപത്രം താഴെ നിന്ന് എടുത്ത് സൗദാമിനി അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശി ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൗദാമിനി അമ്മ ആ ഒരു വിൽപത്രം വായിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ സ്വത്തുക്കളുടെ, അതായത് വീടിൻ്റെയും സ്ഥലങ്ങളുടെയും ഒക്കെ ഉടമസ്ഥ അവകാശം ആ ഒരു അനാഥ കുട്ടിയായ അലീനയുടെ പേർക്കാണ് തൻ്റെ ഭർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും അതൊരു ഞെട്ടലോട് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞിരാമേട്ടൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു നീതി കാണും. അല്ലാതെ ഒരിക്കലും കുഞ്ഞിരാമേട്ടൻ ഇത്രയും വലിയ തറവാടും സ്വത്തുക്കളും ആ ഒരു അനാഥ കുട്ടിയുടെ പേർക്ക് എഴുതി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വയസ്സാം കാലത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയിൽ ജനിപ്പിച്ചതായിരിക്കും ആ ഒരു അനാഥ പെണ്ണിനെ. എന്നിട്ട് നിങ്ങളെ നോക്കാൻ എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. നല്ല ബുദ്ധിമാൻ തന്നെ നിങ്ങളുടെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കമലേ. ഞാനിവിടെ എണീക്കുന്നില്ല എന്നുള്ളതാണ് നിൻ്റെ ഒരു ധൈര്യം എന്നത് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും തറവാടും ബാക്കി അതിന് ചുറ്റുമുള്ള സ്ഥലം മാത്രമല്ലേ കുഞ്ഞിരാമേട്ടൻ അലീനയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കി എന്തെല്ലാം സ്ഥാപനങ്ങൾ കിടക്കുന്നു കുഞ്ഞിരാമേട്ടൻ്റെ പേരിൽ, അതെല്ലാം നമുക്ക് പങ്കുവെച്ചുകൂടെ? അതെല്ലാം നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാം എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ സ്വത്തും വേണ്ട, ഞങ്ങൾക്ക് ഈ തറവാടും ഇതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ആവശ്യം. ഇതിന് മറ്റൊരു അവകാശിയെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം വൈജയന്തിയെയും കമല വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയും ആ ഒരു ഞെട്ടലോടെയാണ് ഈ വാർത്തകളെല്ലാം അറിയുന്നത്. വൈജയന്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. താൻ 22 വർഷം മുൻപ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്തായാലും അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഒന്നും അറിയാതെ ചെയ്യില്ല. അലീനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അതും അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അലീനയുടെ വയസ്സ് വെച്ച് നോക്കുമ്പോഴും ഏകദേശം 22 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വൈജയുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ഒരിക്കലും അലീന അവളുടെ സ്വന്തം മകളാണ് എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വൈജ വിചാരിക്കുന്നുണ്ട്, ഓ എന്തായാലും എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരു കുരുത്തം കെട്ട പെണ്ണ് വന്ന് ജനിക്കില്ല എന്നെല്ലാം വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജിയാണെങ്കിൽ ഉടനെ തന്നെ സൗദാമിനി അമ്മയോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അമ്മ, ഈ അച്ഛൻ ഇത് എന്തിൻ്റെ കേടായിരുന്നു അമ്മേ? അച്ഛൻ എന്തെങ്കിലും ഭ്രാന്തുണ്ടോ? ആ ഒരു അനാഥ പെണ്ണിൻ്റെ പേരിലേക്ക് ഈ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ച് കൊടുക്കാൻ അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടു ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ആ ഒരു പെണ്ണിനെ ഇവിടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരില്ല എന്നെല്ലാം പറയുമ്പോൾ സൗദാമിനി അമ്മയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തോ അച്ഛൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ അരുതാത്ത ഒന്നും ചെയ്യില്ല വൈജയ് എന്നെല്ലാം സൗദാമിനിയും പറയുമ്പോൾ വൈജയും ദേഷ്യം വന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. വൈകാതെ തന്നെ ബാലചന്ദ്രനും ഈ ഒരു വിവരം പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓ ഇതിപ്പോൾ എന്തിരിക്കുന്നു, നിന്റെ തന്തപ്പടിയും അയാൾക്കുള്ള സ്വത്തുക്കൾ അയാളുടെ പേർക്കല്ലേ, അലീനയുടെ പേർക്കല്ലേ എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ സ്വീകരിച്ചതിൽ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ എൻ്റെ മകളായിട്ട് കരുതിയതാണല്ലോ നിൻ്റെയൊക്കെ പ്രശ്നം. അവൾക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മകൾക്ക് ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ച കുറേ സ്വത്തുക്കളുണ്ട്, അത് ഞാൻ കൊടുത്തോളാം. നീയൊക്കെ അവളെ കുറേ ഉപദ്രവിച്ചതല്ലേ? നീയും ഹരിയും നിൻ്റെ കമലെടുത്തിയൊക്കെ ചെന്ന് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നിങ്ങൾ ഒരു പാവത്തിന് ഇത്രയധികം ദ്രോഹിച്ചു. ദൈവം അറിഞ്ഞു തന്ന പണിയാണ് വൈജി നിനക്കൊക്കെ. ആ ഒരു പാവത്തിന് നീയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചു, അതിന് നിനക്കൊക്കെ കിട്ടിയ പണിയാണിത്. അവളെ എവിടെയാണെന്ന് വെച്ച് നിങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അലീനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കമലയും വൈജിയൊക്കെ കൂടെ നടത്തുന്നുണ്ട്. എങ്കിലും ആ ഒരു ശ്രമമെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കമല പറയുന്നുണ്ട്, എന്തിനായിരിക്കും നിങ്ങളുടെ അച്ഛൻ ആ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളുടെ പേർക്ക് തന്നെ എന്തിനായിരിക്കും ഈ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും അതിനൊരു ഉത്തരവും കൊടുക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ അലീനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് നേരത്തെ കരുതിയിട്ടുണ്ടാകും. അങ്ങ് അലീനയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണല്ലോ അച്ഛൻ മരിക്കുന്നത്. അതിനു മുൻപ് തന്നെ മനുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും
അച്ഛൻ മരിച്ചതിന് ശേഷം മനു ഓർഫണേജിൽ പോയി അലീനയെ ഇവിടേക്ക് തന്നെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കിട്ട് തന്ന പണി കൊള്ളാം. ഇത്രയും നാളും എൻ്റെ തറവാടെന്ന് വിചാരിച്ചിട്ട് ഞാനും ശിവേട്ടനും ഇവിടെ താമസിച്ചു. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇതെല്ലാം അലീനയുടെ പേർക്കല്ലേ എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏതോ തെരുവിൽ കിടന്ന ഒരു പെണ്ണിന്, ഏതോ ഒരു അനാഥ പെണ്ണിന് എന്നപ്പോൾ എല്ലാം പറയുമ്പോൾ രാജീവും ഗംഗാധര മേനോനും കമലയോട് പറയുന്നുണ്ട്, അവൾ അനാഥയല്ല, അവൾ എൻ്റെ വൈജിയുടെ മോളാണ്, വൈജി പ്രസവിച്ച വൈജിയുടെ മകൾ. കമലയ്ക്ക് വൈജിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അപ്പോൾ കമല വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? അത് വൈജിയുടെ മോളാണെന്നോ? വൈജി നേരത്തെ പ്രസവിച്ച മോളാണെന്നോ? ആ സമയത്ത് രാജീവനും ഗംഗാധര മേനോനും പറയുന്നുണ്ട്, അതേ കമലയെടുത്തി, അത് വൈജിയുടെ മകളാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചത്. അല്ലാതെ അച്ഛൻ മറ്റെന്തെങ്കിലും കാണിക്കുമോ? അങ്ങനെ വേറെ ഏതെങ്കിലും അനാഥ പെണ്ണിന് അച്ഛൻ സമ്പാദിച്ച സ്വത്ത് എഴുതി കൊടുക്കുമോ? അത് നമ്മുടെ വൈജിയുടെ മകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കമലയും ആ ഒരു സത്യം തിരിച്ചറിയാണ്. അങ്ങനെ അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം അവസാനം കമലയും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അലീനയുടെ പേരിൽ ബാലചന്ദ്രനും കുഞ്ഞിരാമൻ നായരും എഴുതി വെച്ച ബാക്കി സ്വത്തുക്കൾ കണ്ട് ഞെട്ടാൻ പോവുകയാണ് വൈജയന്തിയും. അതുപോലെ തന്നെ ശരിക്കും ഷോക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്